അറിയാതിടങ്ങളിലൂടെ 90ാമത്തെ എപ്പിസോഡിൽ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് തായിനേരിയിലുള്ള കുഞ്ഞിരാമ പണിക്കരെയാണ്. നമസ്കാരം പണിക്കരെ. നമസ്കാരം. തെയ്യം കലാകാരൻ എന്ന നിലയിൽ എപ്പോഴാണ് പ്രശസ്തനായത്? ഏതൊക്കെ തെയ്യങ്ങളാണ് താങ്കൾ കെട്ടിയിട്ടുള്ളത്? ആദ്യമായിട്ട് 9ാമത്തെ വയസ്സിൽ കാറമേൽ ശ്രീ പുതിയങ്കാവ് പുതിയ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് വിഷ്ണുമൂർത്തി തെയ്യം കെട്ടി അരങ്ങേറ്റം കുറച്ചു. അതിനുശേഷം മകരമാസം 27-ന് തായിനേരി ശ്രീ കുറിഞ്ഞി ക്ഷേത്രത്തിൽ വെച്ച് 10ാമത്തെ വയസ്സിൽ ഒറ്റക്കോലൻ ആദ്യമായി കെട്ടുകയും പിന്നീട് ഇങ്ങോട്ട് മടയിൽ ചാമണ്ടി, രക്കിരാമണ്ടി, വിഷ്ണുമൂർത്തി, പൊട്ടൻ ദൈവം തുടങ്ങിയ ഭൈരവൻ തുടങ്ങിയ ഒട്ടേറെ തെയ്യങ്ങൾ കെട്ടിയാടിയിരുന്നു. 984-ൽ അന്നൂരി ശ്രീ തലയന്നേരി പൂമാല ഭഗവതി കാവിൽ നടക്ക് താഴെ ഒറ്റക്കോലം മാറിമാറ്റൽ കെട്ടിയിരുന്നു. ആ സമയത്ത് 84-ലായിരുന്നു അത് ഞാൻ കെട്ടിയത്. അപ്പോൾ മാറി മാറ്റാൻ പോകണം, ഒരുപാട് ഒരു 2-3-4 കിലോമീറ്ററോളം നടക്കാനുണ്ട്. ആ തെയ്യം ഒരു തെയ്യം ഒറ്റക്കോലം മേലേരി വീണ് കഴിഞ്ഞതിന് ശേഷം മാറി മാറ്റാൻ പോകണം. അതുപോലെ പുതിയ ഭഗവതി ഒരു ഭാഗത്തേക്ക്, വടക്ക് ഭാഗത്തേക്ക് അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ അങ്ങനെ ആടെ തെയ്യം ഒറ്റക്കോലം കഴിഞ്ഞ ദിവസം തന്നെ ആ കുഞ്ഞിരാമൻ തെയ്യം കെട്ടിയ ചെക്കനി നമുക്ക് ഒരു വള കൊടുക്കണം, ഒരു പണിക്കർ സ്ഥാനം, ഒരു അംഗീകാരം കൊടുക്കണം എന്ന് പറഞ്ഞ് നാട്ടുകാരെല്ലാം കൂടി തീരുമാനിച്ചു. അങ്ങനെ 84-ലായിരുന്നു എനിക്ക് തലയന്നേരി പൂമാല ഭഗവതി കാവിൽ വെച്ച് പട്ടും വളയും നൽകി ആചാരപ്പേര് വിളിച്ചത്. അതിനുശേഷം ഒരുപാട് തെയ്യങ്ങൾ കെട്ടിനി. ഇപ്പം ഞാൻ കുറച്ച് കാലമായി ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തെയ്യം കെട്ടാറില്ല. അനിയന്മാരും മരുവും ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളിലും വളരെ നല്ലതായിട്ട് നടത്തിച്ചു വരുന്നു. എത്രാമത്തെ വയസ്സിലാണ് ആദ്യം തെയ്യം കെട്ടിയത്? ആടിവേടൻ കെട്ടിയാണോ തെയ്യത്തിലേക്ക് തുടക്കം? ആദ്യമായിട്ട് കെട്ടിയത് വളരെ ചെറുപ്പത്തിലായിരുന്നാലും അതെനിക്ക് ഓർമ്മയില്ല. കാരണം എൻ്റെ പ്രായം അത്രത്തോളം ഓർമ്മ വെക്കാൻ തുടങ്ങുന്നത്രേ. അപ്പോൾ കെട്ടിച്ചവർ പറഞ്ഞു, ഞാൻ 5ാമത്തെ വയസ്സിൽ എന്നെ തെയ്യം കെട്ടിച്ചു. എൻ്റെ ഗുരുനാഥനായില്ലേ കണ്ടോത്തില്ലേ ഒരു കൃഷ്ണൻ പടത്തുറവൻ എന്ന് പറഞ്ഞ ആൾ മരിച്ചുപോയി. പിന്നെ അപ്പനുണ്ടായിനി, ഇളയപ്പന്മാരെല്ലാവരും ഉണ്ടായിനി. അപ്പം അത്രയും ചെറിയ പ്രായത്തിൽ ആടിവേടൻ കെട്ടി. കർക്കിടക മാസം 16-ന് ഞങ്ങൾ തുടങ്ങുന്നതാണ്. അത് നാട്ടിലെല്ലാം പോകണം. അപ്പോൾ കുറച്ച് വീട്ടിൽ അപ്പൻ്റെ ആഗ്രഹപ്രകാരം കുറച്ച് വീട്ടിൽ ഒരു 4-5 വീട്ടിൽ മാത്രം പോയി കെട്ടിയേ. അത് അവർ പറഞ്ഞത് കേട്ടത് മാത്രം. പിന്നെ കുറച്ച് പ്രായമാകുമ്പം അതിനനുസരിച്ചിട്ട് നാടുകളിലെല്ലാം ഒരു വകയിലെടുക്കലിക്കാൻ പോയിട്ടുണ്ട്. പഴയ കാലത്ത് തെയ്യം കെട്ടിയാടുന്നവർ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. താങ്കളുടെ അനുഭവം ഒന്ന് പറയുമോ? അതുപോലെ തന്നെയാണ്. വളരെ പ്രയാസപ്പെട്ട ഒരു ചടങ്ങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിന് കുറച്ച് ദിവസത്തെ വ്രതം, പിന്നെ അതിന് വേണ്ടുന്ന അണിയലം നിർമ്മാണം, പിന്നെ ഒരു 3-4 ആൾ സഹായത്തിന് വേണ്ടി വരും അണിയലങ്ങളെല്ലാം ഉണ്ടാക്കാൻ. മുമ്പ് സ്വന്തമായിട്ട് പിന്നെ ഈ തകിടിന് നിറ വ്യത്യാസങ്ങളെല്ലാം ആക്കുന്നത് ഊട്ടൽ എന്ന് പറയും. അത് ഈ പിന്നെ പന്തം, അരക്ക്, ചായല്യം ഇതെല്ലാം കൊണ്ടുവന്ന് അത് ആക്കൽ. ഇപ്പം മറ്റൊരു കെമിക്കലിലേക്ക് എത്തിയത്. ഒരു കെമിക്കൽ കൊണ്ട് ബ്രഷ് എടുത്തിട്ട് ആ തകിടിന് നിറമാറ്റം വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ തെയ്യത്തിൻ്റെ അണിയാഭരണങ്ങൾക്ക്, ആടയാഭരണങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം സൗന്ദര്യം വേണം എല്ലാ തെയ്യത്തിനും. അപ്പം അതിനനുസരിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വേണ്ടുന്ന. ഇപ്പം വീട്ടിൽ തന്നെ ഇപ്പം 2 ക്ഷേത്രത്തിലേക്ക് മരുമകൻ ആലവട്ടാക്കുന്നുണ്ട്. വലിയ പ്രയാസമുള്ള കാര്യങ്ങളാണ്. പിന്നെ പണി ഒരുപാടുണ്ട്. അങ്ങനെ അണിയലത്തിൻ്റെയും ഓരോ അണിയലത്തിനും അതിൻ്റെതായ ഒരു വിഷമം കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് പുതുക്കാൻ വേണ്ടിയിട്ട് മെഴുക്, പിന്നെ അതിൻ്റെ പിന്നെ അണിയലത്തിൻ്റെ നിർമ്മാണം, മുരിക്കിലാണ് ഈ അണിയലെല്ലാം ഉണ്ടാക്കല്. വള, പിന്നെ തലച്ചമയം, വിഷ്ണുമൂർത്തിക്ക് കിട്ടുന്ന തലച്ചമയം, അതുപോലെ ഒരുപാട് പിന്നെ മുരിക്കിൻ്റെതാണ് ഉപയോഗിക്കൽ. പിന്നെ തയ്യൽ, അത് ഞാൻ ടൈലറായതുകൊണ്ട് ഞാൻ തന്നെയാണ് പണിയെടുത്തത് മുമ്പെല്ലാം. പിന്നെ പണിയെടുക്കൽ ഇപ്പം മരുവൻ ഉണ്ട്, അവന് പറഞ്ഞു കൊടുത്താൽ അവൻ അത് ചെയ്യും. ഇപ്പം ഒരുപാട് തെയ്യം കെട്ടിയാൽ ഏത് തെയ്യം കെട്ടാണ് കൂടുതൽ ഇഷ്ടം?
കൂടുതൽ ഇഷ്ടം എല്ലാത്തെയും ഇഷ്ടമാണ്. എങ്കിലും പിന്നെ മടയച്ചാവൻ്റെ അമ്മ കെട്ടാനാ വളരെ പ്രധാനപ്പെട്ടൊരു അത് രാജസം, സാത്വികം, താമസം ഈ മൂന്ന് ഗുണവും ഇല്ലതാണ്. രാജകീയമായ ആ ഒരു പ്രൗഢിത്വത്തോടും കൂടിയാണ് ആ ചാവന്റമ്മയെ ഞാൻ മനസ്സ് കണ്ടുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും. പഴയ കാലവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് മേഖലയിൽ വന്ന മാറ്റങ്ങൾ എന്താ? മാറ്റങ്ങൾ അണിയലത്തിന് മാത്രമേ മാറ്റങ്ങളില്ല. മറ്റ് അതിൻ്റെ മന്ത്രവും പിന്നെ ശ്ലോകങ്ങളും കാര്യങ്ങളെല്ലാം പഴയ രീതിയിൽ തന്നെയാണ്. അതിന് ചില രാഗങ്ങൾക്ക് മാറ്റം വരും. സ്തുതിയെല്ലാം ഒന്ന് തന്നെ, അതിൻ്റെ വരികളെല്ലാം ഒന്ന് തന്നെയായിരിക്കും. ഇവിടുന്ന് കുറച്ച് വടക്കോട്ട് പോയാൽ പിന്നെ ഈ വിഷ്ണുമൂർത്തിയുടെ തോറ്റത്തിന് മറ്റൊരു രാഗത്തിൽ ഒരു ചെറിയ മാറ്റം, പക്ഷെ അതിൻ്റെ വരികളെല്ലാം ഒന്നും മാറ്റമില്ല. അതൊക്കെ ഇതുവരെ എത്രത്തോളം തെയ്യങ്ങൾ കെട്ടിയിട്ടുണ്ടാവും? പറയാൻ പറ്റില്ല, ഒരുപാട്. അത്രയും എണ്ണാൻ പറ്റൂല അല്ലേ? ഇല്ല. ഒരു ദിവസം തന്നെ ഞാൻ 2 തെയ്യം കെട്ടിയിട്ടുണ്ട്. 2 പൊട്ടൻ തെയ്യം. ആ, അതെങ്ങനെയാ പറഞ്ഞാല് പിന്നെ ഒന്ന് ഇളമ്പച്ചേരി. ഇളമ്പച്ചേരി 6 സന്ധ്യക്കാണ്. അപ്പൊ അവരെന്നെ നിർബന്ധിച്ചു. എൻ്റെ അധികാരപ്പെട്ട നാടല്ല, അവര് കഴിപ്പിക്കുന്നവർ പറഞ്ഞ കുഞ്ഞിരാമണികളായിക്കോട്ടെ തെയ്യം. ഞാൻ പറഞ്ഞല്ലപ്പോ എനിക്ക് നാട്ടിൽ തെയ്യാണ്, അത് നമുക്ക് ഇവിടെ പൊലച്ചേക്കാണല്ലോ പൊട്ടൻ തെയ്യം. ആയിക്കോട്ട് കിട്ടിക്കോ. എന്നാ പിന്നെ ഞാൻ വിചാരിച്ചു അവിടെ പോയാല് മറ്റാരെ കൊണ്ടങ്ങ് ആക്കാം. ആടെ തെയ്യം കഴിഞ്ഞ് മറ്റേ നമ്മളെ നാട്ടിലെ തെയ്യത്തിന് അവിടെ എത്തുമ്പോൾ അവർ പറഞ്ഞു കുഞ്ഞിരാമണിക്കറിന് തെയ്യം. ഞാൻ പറഞ്ഞു ഇയ്യോ അല്ലപ്പോ, ഞാൻ തെയ്യം കഴിഞ്ഞിട്ട് വന്നിരുന്നേ. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഒരു ദിവസം 2 തെയ്യം കെട്ടി. ഏറ്റവും കൂടുതൽ കെട്ടിയ തെയ്യം ഏതായിരിക്കും? ഏറ്റവും കൂടുതൽ കെട്ടിയത് വിഷ്ണുമൂർത്തിയായിരിക്കും. വിഷ്ണുമൂർത്തിയായിരിക്കും അല്ലേ? ഒറ്റക്കോലം. ഒറ്റക്കോലം. 16 ഒറ്റക്കോലം കെട്ടി. ഗോദാമൂരിയും പനിയനും നില ചടങ്ങേ ഇപ്പൊ ഇല്ല, അത് അന്യം നിന്ന് പോയി. ഇല്ല. അതിനെ പറ്റിയിട്ട് ഒന്ന് പറഞ്ഞു തരുക, അതിന്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഒക്കെ. ഗോദാമൂരി പനിയൻ എന്ന് പറഞ്ഞാല് ഈ സത്യസന്ധമായിട്ടുള്ള പശു കാമധേനും പിന്നെ മേൽലോകത്തു നിന്ന് നമ്മളെ ഭൂമിയിലേക്ക് വരുമ്പോൾ 2 പനിയൻ എന്ന് പറഞ്ഞാൽ പിന്നെ കാവൽക്കാരായിട്ട് അങ്ങനെ വന്നു എന്നാണ് പറയുന്നേക്കുന്നത്. അപ്പോൾ അവർ എല്ലാ വീടുകളിലും ഒന്ന് കൃഷി സംബന്ധമായിട്ട് സമൃദ്ധിക്ക് വേണ്ടിയിട്ട് എല്ലാ വീടുകളിലും പോകും. ഒരു ദിവസം ഒരു 3-4 മാത്രം വീടുകളിൽ മാത്രമേ പോകാൻ പറ്റൂല. കാരണം ഒരുപാട് ചെല്ലാനും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓരോ കഥ, ഓരോ പാട്ട് എല്ലാം പാടണം. തളിപ്പറമ്പത്ത് അമ്മേൻ്റെ അപ്പൻ്റെ തളിപ്പറമ്പത്തപ്പൻ്റെ പാട്ട്, അങ്ങനെ ചെറുവും തമ്മയുടെ പാട്ട്, അതെല്ലാം പാടണം. അപ്പോൾ അത് പിന്നെ പാടിക്കഴിഞ്ഞാൽ അവർ നെല്ല്, അരി, എല്ലാ സാധനം, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയിൽ വേണ്ടുന്ന എല്ലാ സാധനവും ഈ പനിയന്മാർ ചോദിച്ചു വാങ്ങും. അത് എന്തെല്ലാം വീട്ടിൻ്റെ ഉള്ളിൽ എന്തെന്ന സാധനം ഇല്ലത് അവർ ചോദിച്ചിട്ട് അത് മേടിക്കും. ഇട്ട ഷർട്ടായാലും തിരക്കില്ല. ആ ഷർട്ട് കുപ്പായം വേണമെന്ന് പറഞ്ഞാൽ ആ കുപ്പായം ഊരിയിട്ട് കൊടുത്താലേ ഈ പനിയം പോലും. അത്രക്കും ഭയങ്കര സാമർഥ്യമാണ് ഈ പനിയന്മാർക്ക്. അപ്പം ആ യുവതാവി ആടിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ സമ്പത്തും സമൃദ്ധിയും ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെട്ടത്. ഇപ്പൊ എന്തുകൊണ്ട് അത് നിന്നുപോയത്? അത് നിന്നുപോയത് ഇന്ന് പലതരത്തിലുള്ള പിന്നെ ആൾക്കാരുടെ തിരക്ക് ഒന്ന്, പിന്നെ അതിന് ഒരു 5-6-7 ആൾ വേണം. 2 പനിയം കിട്ടുന്ന അത്രത്തോളം ഇല്ല. പിന്നെ കഴിവില്ലവർ വേണം. പിന്നെ ഒരു ചെറിയ കുട്ടി ഗോദാവരി, അത് ഒരു തട്ട്, അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഗോദാവരി പശുവിൻ്റെ ഒരു മുഖം ഉണ്ടാവും. പശുവിൻ്റെ ഒരു മുഖം, അതിന് പിന്നെ ഈ കഴുത്തിന് കെട്ടിയ മണി ഇങ്ങനെ പിടിച്ചിട്ട് കളിക്കലാണ് ഉള്ളത് കാര്യം. അപ്പൊ പനിയൻ അതിൻ്റെ ഇടയ്ക്ക് തമാശ രൂപത്തിൽ പലതും കളിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഈ പാട്ട് പാടാൻ വേണ്ടി ചില വീട്ടുകളിൽ പ്രായമുള്ളവർ പറയും ഇന്ന് പാട്ട് പാടുന്ന പണിക്കരാണ്. അപ്പൊ ചെറുവും തമ്മേനെ കൊണ്ടാണെങ്കിൽ ചെറുവും തമ്മേനെ കുറിച്ചിട്ടില്ലേ പാട്ട് നമുക്ക് വേണ്ടി ഒന്ന് പാടിത്തരുമോ? ഓ, അരേ നാട്ടിൽ പേരമ്മോരമ്മ ഒലത്ത് നാട് കീന കണ്ടിനി, ഒലത്ത് നാട് കീന കണ്ടിനി, കൊലമൂടി മന്നനെ കൺമാനായി. പൊട്ടൻ തെയ്യത്തിന്റെ ഒരു പാട്ട് പാടിത്തരുമോ നമുക്ക്? ഓ, പൊലിയാ
ഒലിയാപ്പൂ ഒലിയാജേ ജനമേ പന്തൽ പോ ഒലികാ പടി അതിൽ പോ ഒലികാ പന്തൽ പോ ഒലികാ പടി അതിൽ പോ ഒലികാ പതിനാറ അഴകിയ കാപ്പന്ത പുലിയാ മുപ്പത്തി മൂന്ന് മാരം നട്ടേ കാലം മൂന്ന് മാരം വേറെ മുളപ്പാൻ. ഓരോ തെയ്യത്തിനും അതിൻ്റെതായ ഐതിഹ്യങ്ങളുണ്ട്. ഇപ്പോൾ കുഞ്ഞിരാമൻ പണിക്കർക്ക് ഏറ്റവും ഇഷ്ടം മടിച്ചാമണ്ടി അമ്മയാന്ന് പറഞ്ഞു. മടിച്ചാമണ്ടി അമ്മയുടെ ഐതിഹ്യം ഒന്ന് പറഞ്ഞു തരുമോ? അത് ഒരുപാട് അതിനെ വർണ്ണിക്കാനുണ്ട്. അതിൻ്റെ ആരൂഢം ചാമണ്ടിയമ്മേൻ്റെ യമണ്ടി മടവാതിലാണ് പടക്കം. അവിടുന്ന് ആലന്തട്ട മടവാതിലി. അവിടുത്തെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രസവം നടക്കുമ്പോൾ ഒരു പെണ്ണുങ്ങൾ അപ്പം പ്രസവിക്കാനായി. അപ്പൊ ഈ നായാട്ടിന് പോലുണ്ട് അന്നത്തെ ആധികാരികമായ ചില തറവാട്ടുകാരുണ്ട്. അവര് നായാട്ടിന് പോയ സമയത്ത് ഈ മടവാതിൽ എന്ന് പറഞ്ഞാൽ മടയാണ് ഒരു ഗുഹ. അപ്പൊ ആളെ പോയിട്ടാകുമ്പം ഒരു പന്നീന്റെ രൂപം കണ്ടു. അപ്പൊ ഇവര് അതിനെ വെടിവെക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി. അപ്പം പെട്ടെന്ന് ആ പന്നി രൂപം മാറി. അപ്പൊ ഇവർ പേടിച്ചിട്ട് ചാടുന്നു തുടങ്ങി. ചാടി ഒരു തറവാട്ടിൻ്റെ എത്തി. ആടെ എങ്ങനെയല്ലോ എത്തിപ്പോയി അതിൻ്റെ ഉള്ളിൽ കയറി. അപ്പം ഒരു പെണ്ണുങ്ങള് എങ്ങനെ കണ്ടു അങ്ങനെ അത്ര എനിക്കത്ര ഓർമ്മ കിട്ടുന്നില്ല ഇപ്പം. അപ്പം കണ്ട് പിന്നെ പെണ്ണുങ്ങളാ തട്ടി നീക്കി ഇവരെ എന്തായാലും കൊല്ലണം അങ്ങനെയില്ല ഉദ്ദേശത്തോടു കൂടിയാണ് മാതാവ് എന്ന് പറഞ്ഞ ഈ ഒരു ശക്തി സ്വരൂപിണി പാഞ്ഞടുത്തപ്പോൾ ആടുന്ന് ഈ പിന്നെ പെണ്ണുങ്ങളെ ചവിട്ടി കൊല്ലുന്നതായിട്ടുള്ള ഒരു ഐതിഹ്യം വേറെയുണ്ട്. മറ്റൊന്ന് 1-2 ഐതിഹ്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഈ പിടച്ചി കോഴീന ഈ ചവിട്ടുന്നത്. ചാവണ്ടിമാ ഈ മുഖം വെച്ച് പന്നീന്റെ മുഖം വെച്ചിട്ട് വടക്കോട്ട് തിരിഞ്ഞ് നിന്നിട്ട് അറുത്ത കോഴീന അങ്ങനെ ഇപ്പുറത്ത് നിലനിൽക്കുന്നല്ല. ഇപ്പുറത്ത് നമ്മളെ ഈ കായനേരി അന്നൂര് പ്രദേശത്ത് പിന്നെ അറുത്തിട്ടാണ് കോഴിനെ ചവിട്ടാൻ കൊടുക്കല്. അത് പിടച്ചി കോഴീനെ മാത്രമാണ്. നേരെ കുറച്ച് ഇവിടുന്ന് കുറച്ച് അപ്പുറം പോയ കണ്ടോത്തറായക്കാലും ഞാൻ കണ്ടു. ആടെ പൂങ്കോയിനെയാണ് അറുക്കാതെ ചവിട്ടാൻ കൊടുക്കുന്നതാണ്. അങ്ങനെ കണ്ടിന് ഞാൻ. അപ്പം ഓരോരു നാട്ടിലെ ഓരോരു സമ്പ്രദായത്തിനനുസരിച്ച് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ചെറിയ ഐതിഹ്യം. ഒരുപാടുണ്ട് പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ ആടിവേടനെ പറ്റിയിട്ടും ഒന്ന് അത് അർജുന്റെ പാശുപതാസ്ത്രം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തപസ്സുണ്ടായിരുന്നു. അപ്പൊ ശിവൻ പോയിട്ടാകുമ്പം ഈ തപസ്സിന് വിഘ്നം വരുമോന്നില്ല ഒരു സംശയം വന്നു. അതിന്റെ ഞാൻ എടുക്കണമെങ്കിൽ ഞാനത് 2 ശ്ലോകം ചെല്ലാം. അതിന്റെ വരി അരോമനിതരൻ മകനായ കരിമുഖവാ വിരവിൽക്കനികൾ ഞാൻ പലതരം ഒഴിവെച്ചെന്നു തളിയെ അതിൽ വെച്ച് തളിയോടെ തരുന്നതുണ്ട് തെളിവിൽ കനിമുകുർന്നരുളേണം ഗണമാകണ്ടവാൻ. അത് സ്തുതി ഗണപതിനെ അങ്ങനെ സ്തുതിക്കുന്നതാണ്. ഏത് മലമേലുണ്ട് അർജുനൻ തപസ്സിരിപ്പേൻ കൈലാമലമേലുണ്ട് അർജുനൻ തപസ്സിരിപ്പ് തപസ്സിന്റെ ബലങ്ങൾ കാണുവാൻ തായ വല കെട്ടി മീത്തപ്പോൾ വിളി കൊടുത്തു
അപ്പോൾ ഇളകുന്നൊരു ഭൂതക്കിളറൻ പന്നി, മൂകാസുരൻ പന്നീന്റെ വേഷത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇളകുന്നൊരു ഭൂതക്കിളറൻ പന്നി, മാറാൽ വെളിച്ചമ്പ് തോളാൽ കണ്ട് ഇത് വേടൻ. വേടൻ അമ്പ് വലന്തോളിൽ തറച്ചൊന്നു ചുഴന്നു പന്നി, അമ്പേറ്റുടനെ പോയി അർജുനന്റെ അടുക്കളത്തിൽ. അർജുനൻ തപസ് ചെയ്യുന്നത്. അർജുനന്റെ അടുക്കളത്തിൽ തിരഞ്ഞു കരഞ്ഞ ആ പന്നിയെ തേടി ചെറുവേടൻ പോയി. ശിവൻ പോയി തിരഞ്ഞു കരഞ്ഞ ആ പന്നിയെ തേടി ചെറുവേടൻ പോയി. പരിധി അടുത്തു പന്നിയെ കണ്ടു വിജയൻ മുമ്പിൽ. ആടെയാണ് യുദ്ധം തുടങ്ങുന്നത് അർജുനനും ശിവനും തമ്മില്. അർജുനന്റെ അടുക്കളയെങ്കിൽ അയാള് തപസ് ചെയ്യുന്നിടത്തേക്ക് പോയി. അപ്പൊ ഈ പന്നീനെ അന്വേഷിച്ചിട്ട് ചെയ്യുന്നത്. ഇപ്പൊ രണ്ടാളും കൂടി വാക്ക് തർക്കായി. അങ്ങനെ കയ്യൊക്കിലേക്ക് എത്തി. അടി തുടങ്ങി. അടിച്ചു കിരാളനും പിടിച്ചു ഫൽഗുനനും. അപ്പോൾ വിടുക്കുള്ളടി കൊണ്ടങ്ങുടനെ വിശ്വരൂപം എങ്ങനെയോ മുട്ടുമ്പോഴത്തേക്ക് ശിവന്റെ തിരിച്ചടക്ക് മുട്ടിപ്പോയി. ആടെയാണ് സ്വയം പ്രത്യക്ഷപ്പെടുന്നത് ശിവൻ. അയ്യോ ഭഗവാനെ, തിരുവേഷം അറിഞ്ഞതില്ല. അപ്പൊ ആളെ അസ്ത്രമെല്ലാം വലിച്ചു ചാടി. അസ്ത്രം കളഞ്ഞു തൊഴുതു വീണു ദീർഘമായി നമസ്കരിച്ചു. അടിയൻ ചെയ്തുള്ള പിഴയൊക്കെ പൊറുക്കാ വേണം, പാർത്ഥൻ നിരൂപിച്ച വരമൊക്കെ തരിക ശിവ. ആ പാടുന്നാണ് ശിവൻ വരം കൊടുക്കുന്നത്. പാശുപതാസ്ത്രവും കൊടുത്തത് പാശുപതാസ്ത്രത്തിന് വേണ്ടിയിട്ടാണല്ലോ തപസ് ചെയ്തിന്. പാശുപതാസ്ത്രവും കൊടുത്തതോ പരമേശൻ താൻ ആജ്ഞ ബന്ധുശ്രീ കൈലാസമരവസിച്ച കൈലാസത്തിലേക്ക് പോയി ശിവൻ കൊടുത്തിട്ട്. അതാണ് ഈ വേടൻ തെയ്യത്തിന്റെ. ഇപ്പം ഒരുപാട് തെയ്യം കെട്ടിയതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള തെയ്യം ഒറ്റക്കോലം കെട്ടിയല്ലേ? ഒറ്റക്കോലം കിട്ടുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് മാത്രമല്ല, ഞാൻ പറയുമോ, ഒറ്റക്കോലം കിട്ടിയാൽ പിന്നെ കുറച്ച് സമയത്തേക്ക് മാക്സിമം ഒരു വേലേരിയിൽ വീഴുന്നത് ഒരു നമ്മ സാധാരണ പറയലുണ്ടല്ലോ, തീയോടും വെള്ളത്തോടും കളിക്കാം ആളാന്ന് പറഞ്ഞില്ലേ. അതുപോലെ അതിനനുസരിച്ച് കുറച്ച് ദിവസത്തെ പിന്നെ ഉപാസന ചെയ്യും. പിന്നെ ആ തനിയിൽ ശരീരത്തിലേക്ക് ആവാഹിച്ചെടുത്തിട്ട് അതിൻ്റെ മന്ത്രങ്ങളെല്ലാം ചെല്ലുമ്പോൾ നമുക്കത് ഒന്നും ബുദ്ധിമുട്ട് തോന്നാറില്ല. ഞാൻ 16 ഒറ്റക്കോലം കിട്ടിയാലും എനിക്കങ്ങനെ അവിടെ ഒരു ഒന്നും ഇതുവരെ അത്രയും കൃത്യനിഷ്ഠയോടെ ചെയ്യുന്നല്ലേ. അപ്പം ഇത്രയും വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി പങ്കുവച്ചതിൽ ഒരുപാട് നന്ദി. ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. പഴപ്പഴകൾ ഉണ്ടാകാം, അത് നിങ്ങൾ തിരുത്തി ആയിക്കോളൂ.